പറയുന്ന ആളല്ലെന്ന് ലോകം അറിയണം. സ്തോത്രം, സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. ഈ പയ്യനാ കഴിഞ്ഞ ദിവസം 3 വർഷമായിട്ട് വയറുവേദനയായിട്ട് വന്നത്. സ്തോത്രം, 3 വർഷമായി. അവൻ +2 പഠിക്കുന്ന സമയത്ത് അവൻ വയറുവേദനയായിട്ട് വന്ന്. സ്തോത്രം പറഞ്ഞേ. അവൻ കഴിഞ്ഞ രാത്രി നമ്മൾ പ്രാർത്ഥിച്ചു, ദൈവം അവനെ സൗഖ്യമാക്കി. ആരാ സൗഖ്യമാക്കിയത്? ദൈവം സൗഖ്യമാക്കി. ദൈവന്റെ വാഗുണ്ട്, നിങ്ങൾ കേട്ടോ, സൗഖ്യമായി. യേശു സൗഖ്യമാക്കി. സ്തോത്രം പറഞ്ഞേ. എത്ര പേരൊക്കെ മനസ്സിലാകുന്നുണ്ട്? നിലനിൽക്കുന്ന സൗഖ്യ പോയിരുന്നാട്ടോ അവനെ. ഹല്ലേലൂയ. അവൻ ഗ്യാരണ്ടി ഉള്ള വിടുതലുകൾ നടക്കാൻ പോവുക. ആരോടൊക്കെ ആത്മാവ് പറയുന്നു, നിങ്ങൾക്ക് ലഭിക്കുന്ന വിടുതല് ഗ്യാരണ്ടി, അത് ദൈവം തന്നതെന്നുള്ള ഉറപ്പ് നിങ്ങൾക്കുണ്ടാകുന്ന നിലവാരത്തിൽ ചില അത്ഭുതങ്ങൾ ദൈവാത്മാവ് ചെയ്യുകയാ. സ്തോത്രം പറഞ്ഞേ. ഞാനീ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അസ്ഥിത്താഴ്വരെ കുറിച്ച് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പെട്ടെന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു അച്ചാൻ അവിടെ ഇരുന്ന് ഭയങ്കര ആരാധന. സ്തോത്രം. ആർക്കുമില്ലാത്ത ഒരു ആവേശം ഈ അച്ചാൻ എന്നാന്ന് ഞാൻ ഓർത്തു. സ്തോത്രം. സാധാരണ ആൾക്കാരൊക്കെ ബുക്കും നോക്കി ബൈബിളും നോക്കി മറച്ചും നോക്കി അപ്പുറത്തെ പിള്ളേരെയും കളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരച്ചാൻ മാത്രം ഈ ദൂതിനെ അങ്ങ് പിടിച്ച് ആരാധിക്കുന്നു. സ്തോത്രം. ഈ ആരാധന കണ്ടപ്പോൾ എനിക്കും തോന്നി എന്തോ കുഴപ്പമുണ്ടല്ലോ. സ്തോത്രം. ആരാധനയൊക്കെ കഴിഞ്ഞ് മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് എല്ലാവരും പറഞ്ഞു നല്ല സന്ദേശമായിരുന്നു, നല്ല മെസ്സേജ് ആയിരുന്നു. സ്തോത്രം. ചിലർ ചായയുടെയും മഴയുടെയും പുറകെ പോയി. സ്തോത്രം. പക്ഷേ ഈ അച്ചായൻ എന്ത് ചെയ്യുന്നു? ഓടി വന്ന് 2 ഉമ്മ എനിക്ക് തന്നു. സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. ഞാൻ ചോദിച്ചു, എന്നാ അച്ഛാ ഈ ഉമ്മയൊക്കെ തരാനുള്ള കാര്യം? എൻ്റെ പൊന്നു പാസ്റ്ററെ, ഞാൻ മെഡിക്കൽ കോളേജിൽ രാവിലെ പോവുകയായിരുന്നു. എന്താ കാര്യം? എൻ്റെ 2 വിരല് ഷുഗർ കൂടിയിട്ട് മുറിച്ച് കളയണമെന്ന് ഡോക്ടർ പറഞ്ഞു. രാവിലെ 10 മണിക്ക് അവിടെ ചെല്ലണം. മുറിക്കാൻ വേണ്ടി ഇരിക്കുമ്പോഴാണ് ഞാനിവിടെ പാട്ട് കേട്ടത്. ചുമ്മാ ഒന്ന് കയറി ആരാധിച്ചിട്ട് പോയേക്കാന്ന് പറഞ്ഞ് കയറിയതാ. പകൽക്കാലം ദൈവം ആ പുള്ളിയെ സൗഖ്യമായി. ചലനമില്ലാത്ത 2 വിരലുകൾക്കകത്ത് ജീവൻ ചലിച്ചു. ഇന്ന് രാത്രി ഞാൻ അഭിഷേകത്തോടെ പറയാ, നിന്റെ ഞരമ്പിലാകട്ടെ, മാംസത്തിലാകട്ടെ, അസ്ഥിക്കകത്താകട്ടെ, നിന്റെ ത്വക്കിൻ്റെ അകത്താകട്ടെ, ഇന്ന് രാത്രി ഒരു ജീവൻ ചലിക്കുകയാ. ജീവൻ ചലിക്കുകയാ. ജീവൻ ചലിക്കുകയാ. വിശ്വസിച്ച അഭിഷേകത്തോടെ ദൈവത്തിന് നന്ദി പറഞ്ഞു. ഇന്ന് രാത്രി ജീവന്റെ ശക്തി ചലിക്കുക. ജീവൻ തൊടുന്നല്ലോ, ജീവൻ തൊടുന്നല്ലോ, ജീവൻ തൊടുന്നല്ലോ. സമൃദ്ധിയായ ജീവൻ, സമൃദ്ധിയായ ജീവൻ. ഗുളിക കൊണ്ടല്ല നിന്റെ ജീവൻ, ഓപ്പറേഷൻ കൊണ്ടല്ല നിന്റെ ജീവൻ, ക്രിസ്തുവിൽ വ്യാപരിച്ച മഹത്വമുള്ള ജീവൻ. രാമൻ പറഞ്ഞേ. സ്തോത്രം. ഇതിനകത്ത് ചില കുടുംബങ്ങൾക്കകത്തൊക്കെ ജീവൻ ചലിക്കാൻ പോവുക. സ്തോത്രം പറഞ്ഞേ. ഇന്ന് രാവിലെ ഒരു സഹോദരി വിളിച്ചിട്ട് പറഞ്ഞു, സ്തോത്രം, തൈറോയിഡാണ്. സ്തോത്രം. ഹല്ലേലൂയ. തൈറോയിഡിന് ഓപ്പറേഷൻ ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞു. തൈറോയിഡ് മൊത്തം എടുത്ത് കളയണമെന്ന് പറഞ്ഞു. സ്തോത്രം പറഞ്ഞേ. ഞാൻ പറഞ്ഞു ഓടി ട്രെയിൻ പിടിച്ച് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. സ്തോത്രം. അല്ലെങ്കിൽ അടുത്ത ദിവസം വരും. സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കും സൗഖ്യ. എനിക്ക് ക്യാൻസർ ആണേലും ട്യൂമർ ആണേലും എയ്ഡ്സ് രോഗമാണേലും ഞാൻ പറയാം, അഭിഷേകത്തോടെ ഇതൊക്കെ സൗഖ്യമാക്കിയിട്ടുണ്ട്. സ്തോത്രം. യേശുവാ സൗഖ്യമാക്കുന്നത്. ഇന്ന് രാത്രി ഞാൻ പറയാം, ക്രിയേറ്റീവ് മിറക്കിൾസുകൾ നിങ്ങളുടെ വീടിൻ്റെ അകത്ത് നടക്കാൻ പോവുക. ഞാൻ അഭിഷേകത്തോടെ ഈ പകൽക്കാലം റിലീസ് ചെയ്യുന്നു. നീ കരം വെക്കുമ്പോൾ ക്രിയേറ്റീവ് മിറക്കിൾസുകൾ നടക്കാൻ പോകുക. നീ കരം വെക്കുമ്പോൾ ചില രോഗികൾ സൗഖ്യമാകാൻ പോകുക. നീ കരം വെക്കുമ്പോൾ ചില ഭൂതങ്ങൾ വിട്ടുമാറാൻ പോകുക. നീ കരം വെക്കുമ്പോൾ അഭിഷേകത്തിന്റെ ശക്തി പകരപ്പെടാൻ പോകുക. ഇന്ന് രാത്രി വിശ്വസിച്ചോ, ഓപ്പറേഷനുകൾക്കകത്തുനിന്ന് ദൈവത്തിന്റെ ആത്മാവ് ചിലരെ പുറത്തു കൊണ്ടിരിക്കുക. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? സ്തോത്രം. ഇന്ന് രാത്രിയിൽ നിലനിൽക്കുന്ന വിടുതൽ ദൈവം ചെയ്യും. സ്തോത്രം. ഹല്ലേലൂയ. ആത്മാവിനോട് ശക്തമായിട്ട് പറയുന്നു, ഈ രാത്രി ഭയങ്കര വിടുതൽ നടക്കും. രാമൻ പറഞ്ഞേ. സ്തോത്രം. 2 പേരോട് ദൂത് പറയാനുണ്ട്. സ്തോത്രം പറഞ്ഞേ. ആദ്യമായിട്ട് വന്ന ആരെങ്കിലും 2 പേര് ഇതിൻ്റെ അകത്തുണ്ടെങ്കിൽ അവരോട് ദൂതുണ്ട്. സ്തോത്രം പറഞ്ഞേ. അതുകൊണ്ട് നിങ്ങൾ ആകാംക്ഷയോടെ പ്രതീക്ഷയോടെ ഇരുന്നോണം. ദൈവാത്മാവ് നിങ്ങൾക്ക് വേണ്ടി ആ ദൂത് റിവീൽ ചെയ്ത് തരും. സ്തോത്രം പറയും. അപ്പം ഞാൻ പറയാം, ഹല്ലേലൂയ. പൗലോസ് കാരാഗ്രഹത്തിൽ കിടക്കുകയാണ്, ലേഖനങ്ങൾ എഴുതി അഴിക്കുകയാണ്. സ്തോത്രം. ലേഖനത്തിൻ്റെ ഉദ്ദേശം ഒറ്റ കാര്യമുള്ളൂ, ദൈവജനത്തെ ഉറപ്പിക്കണം.
സ്വത്രം പറഞ്ഞേ. സാഹചര്യത്തിൻ്റെ അകത്ത് നിരാശപ്പെട്ടു പോകുന്നവനല്ല സഭ. സാഹചര്യങ്ങളും സാധ്യതകളും ഇല്ലാത്തിടത്ത് അവൻ പിടിച്ചു നിൽക്കുന്നവനാ. എത്ര പേർക്ക് മനസ്സിലാകത്തുണ്ട്? ഇവിടെ പാമ്പാടിയിൽ ആളുകൾ ഉള്ളത് കൊണ്ടല്ല സഭ തുടങ്ങിയത്. ഒരുത്തനും ഇല്ലെങ്കിലും സഭ തുടങ്ങുക. കാര്യം സഭ ദൈവത്തിൻ്റെ ശരീരമാണ്, ദൈവത്തിൻ്റെ സ്വപ്നമാണ്, ദൈവത്തിൻ്റെ ഹൃദയത്തിൽ വെളിപ്പെട്ട രഹസ്യമാണ്. ഇന്ന് രാത്രി പാമ്പാടി പട്ടണത്തിൽ ഉണർവ് വ്യാപരിക്കുന്ന ഒരു സഭയാണ്. ആമേൻ. ഹാർവസ്റ്റ് റിവൈവൽ ചർച്ചിനെ ദൈവാത്മാവ് തുറക്കുകയാണ്. മാത്രം പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ പ്രവചിക്കുക എന്നോട് തന്നെ, നിങ്ങൾ എന്നെ കാണണമെങ്കിൽ കുറച്ച് പാടുപെടും. സ്വത്രം പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾ എന്നെ കാണണമെങ്കിൽ കുറച്ച് പാടുപെടും. സ്വത്രം പറഞ്ഞേ ഹല്ലേലൂയ. ദൈവം അതുപോലെ ഓടിപ്പിക്കാൻ പോവാ. സ്വത്രം പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ ഇരുന്ന് പ്രാർത്ഥിക്കാൻ പോവാ. സ്വത്രം പറഞ്ഞേ. ഇന്ന് ഈ മാസം 40 ദിവസമാണെങ്കിൽ അടുത്ത മാസം 100 ദിവസം പ്രാർത്ഥിക്കാൻ പോവാ. സ്വത്രം. ആരേലും എൻ്റെ കൂടെ വരുമോ? ഹല്ലേലൂയ. പ്രാർത്ഥിക്കാൻ തയ്യാറുള്ളവർ വന്നാൽ മതി. സ്വത്രം. ഞാൻ അഭിഷേകത്തോടെ പറയാം, നിങ്ങൾ പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. കൂടെ നിന്നാൽ മതി, ഭയങ്കര ദൈവപ്രവൃത്തി നടക്കും. ചുമ്മാ ഇരുന്ന് പ്രാർത്ഥിച്ചോണം. സ്വത്രം. ഹല്ലേലൂയ. സ്വത്രം പറഞ്ഞേ ആമേൻ. ഞങ്ങൾ ഇടയ്ക്കൊക്കെ എനിക്ക് ഈ നിയോഗമൊക്കെ കിട്ടും. ഇവിടെയൊക്കെ ചിലപ്പോൾ മൂന്നാറിലൊക്കെ പോയിരുന്ന് പ്രാർത്ഥിക്കാൻ. ആമേൻ. ചിലപ്പോൾ അടിമാലിക്ക് പോകണം. അങ്ങനെ ഒരു ദിവസം ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുമ്പോൾ എൻ്റെ വൈഫ് ചോദിച്ചാൽ, പ്രാർത്ഥിക്കാനാണ് മേളിത്തെ മുറിയില്ല, അവിടെ പോയിരുന്ന് പ്രാർത്ഥിച്ചാൽ പോലെ. ഞാൻ പറഞ്ഞു ഇത് വേറെ ഒരു സംഭവമാണ്. സ്വത്രം. ഹല്ലേലൂയ. ഞങ്ങൾ മൂന്നാറിൽ പോയി. സ്വത്രം. മൂന്നാറിൽ പോയി. എൻ്റെ കൂടെ 5 പേരുണ്ടായിരുന്നു. 5 പേരും 3 പേരും പാസ്റ്റർമാരാണ്. 3 പേരുടെയും പൈശാചിക ബന്ധനത്തെ ഞാൻ അവിടെ ഇട്ട് അയച്ചു. സ്തോത്രം പറഞ്ഞേ ഹല്ലേലൂയ. ഇവിടെ വെച്ച് പ്രാർത്ഥിച്ചിട്ടൊന്നും വെളിപ്പെടാത്ത സാധനം മൂന്നാറിൽ പോയപ്പോൾ വെളിപ്പെട്ടു. സ്തോത്രം. ഞാൻ അഭിഷേകത്തോടെ പറയാം, നിയോഗങ്ങൾക്കകത്ത് പ്രാർത്ഥിച്ചോ കെട്ടഴിയും. ഇന്ന് രാത്രി ഞാൻ അഭിഷേകത്തോടെ ആത്മാവിൽ പ്രവചിക്കുന്നു, നീ പ്രാർത്ഥിച്ചു തുടങ്ങ്. ആ ക്ഷീണങ്ങൾ മാറ്, ആ രോഗങ്ങൾ മാറ്, ആ നിന്ദകൾ മാറ്, ആ തകർച്ചകൾ മാറ്, ആ രോഗബന്ധനങ്ങൾ മാറ്, ആ കാരണങ്ങൾ അഴിയോ. ആ പിടിച്ചു വെച്ചിരിക്കുന്ന നന്മയുടെ ഉറവിടത്തെ ഇന്ന് രാത്രി ദൈവാത്മാവ് തുറക്കാൻ പോകുക. ഞാനിത് പറയുമ്പോൾ ആത്മാവ് പ്രവചിക്കുന്നു, ചില കുടുംബങ്ങൾക്കകത്ത് രഹബോത്ത് വെളിപ്പെടാൻ പോകുക. എന്ന് പറഞ്ഞാൽ ഇടമില്ലാത്തടത്ത് ഞാൻ നിനക്ക് ഇടമുണ്ടാക്കി, ഇല്ലാത്തടത്ത് ഞാൻ നിനക്ക് ഇടമുണ്ടാക്കി. എന്തേ? നാളുകളായി ഞാൻ പ്രാർത്ഥിച്ചിട്ട് എനിക്കൊരു സ്വന്തമായി ഇടമില്ല, സ്വന്തമായി സ്ഥലമില്ല, ഒരു സ്വന്തമായി ഒരു ഭവനമില്ല. ഇന്ന് രാത്രി ആത്മാവ് പറയുന്നു, ഒരിടമുണ്ടാക്കാൻ പോകുക. പത്രം പറഞ്ഞേ, സിനിയ ആന്റിയെ തൊട്ടിട്ടൊന്ന് പറഞ്ഞേ ഇടമുണ്ടാകാൻ പോവാന്ന് പറഞ്ഞേ. സ്വത്രം പറഞ്ഞേ അല്ലേ? അത് സംഭവിക്കാൻ പോവാ. സ്വത്രം പറഞ്ഞേ ഹല്ലേലൂയ. അവർക്ക് മനസ്സിലായി ദൂതിൻ്റെ ആഴം. മാത്രം പറഞ്ഞു ഹല്ലേലൂയ. ഇന്ന് രാത്രി ഇട്ടം ദൈവം ഉണ്ടാക്കാൻ പോവാ. മാത്രം പറഞ്ഞേ, നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും മാത്രം പറഞ്ഞു വിശ്വസിച്ചേ പറ്റൂ. ഹല്ലേലൂയ. കാര്യം നിങ്ങൾ കാണാൻ പോവാ. സ്തോത്രം പറഞ്ഞേ ഹല്ലേലൂയ. ആമേ. എലീശ പ്രവാചകന്റെ മുമ്പിൽ ആമേ തന്നെ വളഞ്ഞിരിക്കുക സൈന്യം, അരാം സൈന്യങ്ങൾ വളഞ്ഞിരിക്കുക. 3 രാജാക്കന്മാർ കൂടി ഇസ്രായേലിനെ ഉപരോധം ചെയ്യാൻ വേണ്ടി, ആക്രമിക്കാൻ വേണ്ടി കടന്നു വരികയാണ്. അവർ താഴ്വരയിൽ നിരന്നു നിൽക്കുകയാണ്. രാവിലെ എഴുന്നേറ്റ് വരുന്ന ഗേഹസി കാണുന്നൊരു കാഴ്ച, ഇസ്രായേൽ ജനത്തിനെ വളഞ്ഞിരിക്കുക, അല്ലെങ്കിൽ ഏലീശയെയും ഗേഹസിയെയും അവർ താമസിക്കുന്ന കൂടാരങ്ങളെയും ശത്രു പാളയമിറങ്ങി വളഞ്ഞിരിക്കുക. സ്തോത്രം ഹല്ലേലൂയ. പതിവ് പോലെ രാവിലെ എഴുന്നേറ്റ് വന്നിട്ട് ഏലീശ ഗേഹസിയോട് ചോദിച്ചു, എന്താടാ നിനക്ക് ഇത്ര പ്രശ്നം? സ്തോത്രം. എൻ്റെ യജമാനെ നമ്മൾ പെട്ടു, നമ്മൾ ചതിക്കപ്പെട്ടു, നമ്മൾ തീർന്നു. സ്തോത്രം പറഞ്ഞേ ഹല്ലേലൂയ. എൻ്റെ ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ സ്കെച്ച് വീണ് ഇനി പണി കേടിച്ചേ കിട്ടത്തുള്ളൂ. സ്തോത്രം എന്ന് പറയുന്നത് പോലെ നിൽക്കുമ്പോൾ ഏലീശ പ്രാർത്ഥിച്ചിട്ട് പറയാ, എടാ അവരിലധികം നമ്മോട് കൂടെ ഉള്ളവൻ. ഓ സ്തോത്രം. എന്താ കാര്യമൊന്നും പിടികിട്ടിയില്ല. രാവിലെ തന്നെ എന്തൊക്കെ പിച്ചുമ്പയും പറയുന്നുണ്ട്. യജമാനൻ എന്നല്ല പറഞ്ഞത്, നീ കാണാൻ വേണ്ടി പോകാൻ പോകുക, നീ അത് കാണാൻ പോകുക. എന്താ ഞാൻ പറഞ്ഞതെന്നും നീ കാണാൻ പോകുക. ഏലീശ ഗേഹസിയുടെ തലയിലേക്ക് കൈവച്ചിട്ട് പറഞ്ഞു, ഇവൻ കാണത്തക്കവണ്ണം ഇവന്റെ കണ്ണുകളെ തുറക്കണമേ, ഇവന്റെ കണ്ണുകളെ തുറക്കണമേ. ഇന്ന് രാത്രി ഞാൻ അഭിഷേകത്തോടെ പറയാ, പ്രവാചകൻ കാണുന്നവനാ,
പ്രവാചകൻ കാണുന്നവന് സാധ്യതയില്ലാത്തടത്ത് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ഞാൻ ചിലത് കാണുകയാ. ഓ ശകസിയാന്തന രഹസ്യ സ്വത്രം പറഞ്ഞേ. പണ്ട് മുണ്ടക്കത്തിൽ നിന്ന് നമ്മുടെ ചർച്ചിലൊരു ബ്രദർ വരുമായിരുന്നു. അവൻ നമ്മുടെ ടാമി ചർച്ചിൻ്റെ മുണ്ടക്കയം ചർച്ചിൽ അവൻ കൂടുന്നുണ്ട്. സ്വത്രം ഇപ്പം ഇങ്ങോട്ട് വരാൻ വണ്ടി ഇല്ലാത്തത് കൊണ്ടാണ് ഞായറാഴ്ച അവൻ അവിടെ നിൽക്കുന്നത്. സ്വത്രം അവൻ ഇവിടെ വന്ന സമയത്ത് കിണർ കുത്തി. സ്തോത്രം, കുഴൽ കിണറാണ് കുത്തിയത്. സ്തോത്രം, 500 അടിയാണ് കിണറിൻ്റെ ആകത്തെ ഇത്. ഇവൻ 540 അടി കുഴിച്ചിട്ടും വെള്ളം കണ്ടില്ല. സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. വെള്ളം കാണാതെ വന്നു കഴിഞ്ഞപ്പോൾ അവർ ഒരടിയും കൂടെ താഴോട്ടൊന്ന് കുഴിച്ചു. സ്തോത്രം, ഒരടിയും കൂടെ കുഴിച്ചിട്ട് അവർ പറഞ്ഞു, ഇനി പറ്റത്തില്ല കുഴിക്കാൻ, ഇനി ഇവിടെ നിന്നല്ല ഏറ്റവും താഴ്ച ചെന്നെന്ന് പറഞ്ഞാലും വെള്ളം കിട്ടത്തില്ല. സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. കുഴിയും കുഴിച്ചു, പൊടിയും പറത്തിയിട്ട് അവരെല്ലാം പൈസയും മേടിച്ചുകൊണ്ട് പോയി. സ്തോത്രം. എന്നെ വിളിച്ചിട്ട് അവൻ ഒറ്റ കരച്ചിൽ, പാസ്റ്ററേ 10-50,000 രൂപ മുടക്കി കുഴൽ കിണർ കുത്തിയിട്ട് വെള്ളമില്ല പാസ്റ്ററേ. സ്തോത്രം. ഹല്ലേലൂയ. വെള്ളമില്ല പാസ്റ്ററേ. ഞാൻ പറഞ്ഞു, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഞാൻ പ്രാർത്ഥിക്കാം. സ്തോത്രം. ഞാൻ കാറയിലോട്ട് തൊടുപുഴയ്ക്ക് കണ്ട് പോകുകയായിരുന്നു. ഞാൻ കാറയിലിരുന്നുകൊണ്ട് അന്യഭാഷയിൽ പ്രാർത്ഥിച്ചിട്ട് അവനോട് പറഞ്ഞു, നാളെ ഈ നേരമാകുമ്പോൾ നിന്റെ കിണർ വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കും. സ്വത്ര 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 സ്വത്ര. ഞാനിത് പറയുമ്പോൾ ഞാൻ അഭിഷേകത്തോടെ പറയാം, തെളിവ് സഹിതം ഞാൻ കാണിച്ചു തരാം. സ്വത്രം പറഞ്ഞേ. ഹല്ലേലൂയ. ഇന്നും ജീവനോടിരിക്കുന്ന സാക്ഷിയാ. സ്വത്രം. പിറ്റേ ദിവസം പറഞ്ഞപ്പോൾ ഇവൻ ചുമ്മാ ചെന്ന് കിണറ്റി ചെന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ വെള്ളം മുമ്പിൽ വേലിൽ വന്ന് നിൽക്കുക. സ്വത്രം. കിണറിൻ്റെ അകത്തൊരു ബക്കറ്റ് കൊണ്ട് കോരിയെടുക്കാൻ പാകത്തിന് 540 അടി വെള്ളം കൊണ്ട് ദൈവം അതിനെ നിറച്ചെങ്കിൽ ഇന്ന് രാത്രി ഞാൻ അഭിഷേകത്തോടെ പറയാ, സാധ്യതയില്ലെന്ന് നീ പറയരുത് കുഞ്ഞ്. സാഹചര്യം മോശമാണെന്ന് പറയരുത് കുഞ്ഞ്. ഇന്ന് രാത്രി ആത്മാവ് ശക്തിയോടെ പറയുന്നു, ഒരു സാധ്യതയില്ലാത്തടത്ത് നീ ആത്മാവിൽ പ്രവചിക്കുക. ഇന്ന് രാത്രി ആരോടൊക്കെ ആത്മാവ് പ്രവചിക്കാൻ പറയുന്നു. സാഹചര്യങ്ങളെ സാധ്യത നോക്കിയിട്ടൊന്നും നിങ്ങൾ പോകരുത്. സ്വത്രം പറഞ്ഞേ. ഹല്ലേലൂയ. ആമേൻ. സാധ്യത പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. സ്വത്രം. സാധ്യതയും സാഹചര്യം പറയുന്നത്. യേശുവിൻ്റെ അടുക്കലേക്ക് വീട്ടിൽ നിന്ന് വരിക, യായിരോസിൻ്റെ വീട്ടിൽ നിന്ന് വരിക, ബാലിക്കാരൻ വരിക. ഓടി വരുമ്പോൾ ഗുരു അങ്ങോട്ട് ചെല്ലുക. ഗുരുവിനെ വീട്ടിലോട്ട് കൊണ്ടുപോകാൻ. ആ 4ാമത്തെ വീടാണ് ഞങ്ങളുടെ വീടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവിടെ നിന്ന് വരുന്ന പുള്ളി വന്നിട്ട് പറയുക, ഗുരുവിനെ അസഹ്യപ്പെടുത്തേണ്ട, കുട്ടി മരിച്ചുപോയി. സ്തോത്രം. ഹല്ലേലൂയ. യേശു വന്നിട്ട് പറയുക, സ്തോത്രം, മരിച്ചതല്ല, ഉറങ്ങുക, ഞങ്ങൾ എഴുന്നേൽപ്പിക്കാൻ പോവുക. സ്വത്രം. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? സാധ്യതകൾ സാഹചര്യങ്ങളും നോക്കിയിട്ട് ദൂത് പറയുന്നവനല്ല എൻ്റെ കർത്താവ്. സാഹചര്യങ്ങളെ മാറ്റുന്ന പ്രവചനമാണ് യേശുവിൻ്റെ വചനമെങ്കിൽ ഇന്ന് രാത്രി ആത്മാവ് ശക്തിയോടെ പറയുന്നു, നിന്നെ നോക്കി ദൈവം ഒരു പ്രവചനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മനുഷ്യൻ പറയുന്നത് പോലെയല്ല, അത് ചെയ്യുവാൻ വേണ്ടി അവൻ്റെ ദൂതന്മാർ ഇന്ന് രാത്രി എഴുന്നേൽക്കുകയോ. ഹല്ലേലൂയ. രാമൻ പറഞ്ഞേ, കുട്ടിയെ എഴുന്നേൽപ്പിച്ചു. സ്വത്രം പറഞ്ഞേ. കാണിച്ചു കൊടുത്തു. സ്വത്രം പറഞ്ഞേ. മുമ്പേ ഉറങ്ങുകയാണെന്ന് പറഞ്ഞത് ഇത് തന്നെയാ. സ്വത്രം പറഞ്ഞേ. ഹല്ലേലൂയ. ലോകത്തിന് മരിച്ച വിഷയം കർത്താവിന് ഉറങ്ങുന്ന വിഷയമാ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ലോകം നിന്റെ വിഷയത്തെ നോക്കിയിട്ട് പറയും, ഈ വിഷയം ഇനി വരത്തില്ല, ഇനി പുറത്ത് വരത്തില്ല, ഇത് മരിച്ചുപോയി, ഇനി നാറ്റം വെച്ച് തുടങ്ങും, ഇനി കല്ലറയ്ക്കകത്ത് ഒതുങ്ങും, ഇനി കുഴിച്ചു മൂടേണ്ടി വരും. പക്ഷെ ദൈവം പറയുക, ഈ വിഷയം ഉറങ്ങുക, ഉറങ്ങുക. യേശുവിൻ്റെ നാമത്തിൽ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് രാത്രി ആരോടൊക്കെ ആത്മാവ് പറയുന്നു, നിന്റെ വിഷയം ഉറങ്ങിക്കിടക്കുക, അതിനെ ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് അവന്റെ വചനം കൊണ്ട് എഴുന്നേൽപ്പിക്കാൻ തുടർന്ന് 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 അഭിഷേകം ചലിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ആ കരങ്ങളെ തട്ടി അഭിഷേകത്തോടെ ദൈവത്തെ ഒന്ന് സ്തുതിച്ച് ഇന്ന് രാത്രി സ്ഥിതി മാറുന്നു. ഇന്ന് രാത്രി അവസ്ഥകൾ മാറുന്നു. ഇന്ന് രാത്രി നിന്റെ കെട്ടുകൾ അഴിയുക, നിന്റെ കുടുംബത്തിന്റെ ബന്ധനങ്ങൾ അഴിയുക, നിന്റെ രോഗങ്ങൾ അഴിയുക, പ്രതിസന്ധികൾ മാറുക, നിരാശകൾ പൊട്ടി മാറുക, ഏതൊക്കെയോ അന്യായ ബന്ധനങ്ങൾ ആത്മാവിന്റെ പകൽക്കാലം അഴിയുക. അഴിയട്ടെ.
ഉടാമന ഹടജന രഹസ്യ അന്തര രഹസ്യ ചിലത് അഴിയ യേശുവിന്റെ നാമത്തിൽ അഴിവാ, യേശുവിന്റെ നാമത്തിൽ അഴിവാ. പാപകളെ തേളുകളെ ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടാനുള്ള അധികാരത്തോടെ ഇന്ന് രാത്രി ഈ മകളെ കെട്ടിയ അന്യായ ബന്ധനങ്ങൾ അഴിയട്ടെ. അഴിവോ യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ, യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. വിടുതൽ സംഭവിക്കട്ടെ. എല്ലാവരും പ്രാർത്ഥിച്ച്. ആരും കാഴ്ചക്കാരെ പോലെ കാഴ്ച കാണാൻ പതില്ലേ. ഇന്ന് രാത്രി മഹത്വം ഇറങ്ങി ദൈവ ആത്മാവിന നിങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കുന്നു എങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നു സ്പഷ്ട. ഇന്ന് രാത്രി വിശ്വസിച്ച് അഭിഷേകത്തോടെ പ്രാർത്ഥിച്ച് കേട്ടറിയട്ടെ. അഭിഷേകത്തോടെ പ്രാർത്ഥിക്ക്, അഭിഷേകത്തോടെ പ്രാർത്ഥിക്ക്. ചില നുഖങ്ങൾ തകരുക, ചില ബന്ധനങ്ങൾ അഴിയുക, ചില കെട്ടുകൾ തകരുക, ചില അന്യായ മേഖലകളെ പിടിച്ചു വെച്ച അനുഭവങ്ങൾ, നന്മയില്ല മരിച്ചു കിടക്കുന്ന അനുഭവങ്ങളാ ഇന്ന് രാത്രി ആത്മാവ് പറയുക. അത് ഉറങ്ങുക മാമേ, അത് ഉറങ്ങുക അച്ഛാ. ഇന്ന് പകൽ ദൈവം അതിനെ വിളിച്ചെഴുന്നേൽപ്പിക്കുക. ഇതിനകത്ത് വിശ്വസിച്ച രാമേ പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ പരിശുദ്ധാത്മാവിൽ ഇങ്ങനെ പറയുന്നു, ചില വിഷയങ്ങൾ ഉറങ്ങുകയാ. സ്വത്രം പറഞ്ഞേ ഹല്ലേലൂയ. സ്വത്രം ചാർജ് തീർന്ന വിഷയങ്ങൾ ഉറങ്ങുകയാ. സ്വത്രം പറഞ്ഞേ ഹല്ലേലൂയ. ബാറ്ററി മാറിയാൽ മതി, വിടുതല. സ്വത്രം പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ അഭിഷേകത്തോടെ ബാറ്ററി തീർന്ന വിഷയങ്ങൾ ഒന്ന് ചാർജ് ചെയ്താൽ മതി. സ്വത്രം ഇന്ന് രാത്രി ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ ചാർജ് ആകും. സ്വത്രം പറഞ്ഞേ ഫുൾ ചാർജ് ആയിട്ടേ പോകാവുള്ളൂ. സ്വത്രം പറഞ്ഞേ ആമേ. ഇന്ന് രാത്രി ഞാൻ അഭിഷേകത്തോടെ ഈ 40 ദിവസം വെറുതെ അഖിൽ പാസ്റ്റർ ഉപവസിച്ചതല്ല, ദൈവം നിയോഗം തന്നതാ. എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി പറഞ്ഞു, നീ പ്രാർത്ഥിക്ക് ജനം വരും, നീ പ്രാർത്ഥിക്ക് ജനം വരും, നീ പ്രാർത്ഥിക്ക് അത്ഭുതം നടക്ക്. ഞാൻ ഇന്ന് രാത്രി അഭിഷേകത്തോടെ പറയാ, അവൻ ജനത്തെ ദൈവം കൊണ്ടുവരും. സ്തോത്രം പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ എൻ്റെ കൂടെ നിൽക്കണം. ഭയങ്കര ദൈവപ്രവൃത്തികൾ ഈ ദേശത്ത് നടക്കാൻ പോവുക. ഈ ദേശത്ത് മാത്രമല്ല. സ്തോത്രം പറഞ്ഞേ ഹല്ലേലൂയ. ട്രെയിൻ പിടിച്ച ആൾക്കാരൊക്കെ വരാൻ പോവുക. സ്തോത്രം പറഞ്ഞേ ദേ കർത്താവിൻ്റെ ദാസം വന്നിരിക്കുന്നു തിരുവനന്തപുരത്ത് നിന്ന്. സ്തോത്രം ഹല്ലേലൂയ. അവൻ ഓൺലൈൻ മീറ്റിങ്ങിൻ്റെ അകത്ത് കണ്ടതാ. ദൈവദാസം അന്നേരം ട്രെയിൻ പിടിച്ചു അവൻ ബൈക്കിനാണ് വന്നതെന്ന് തോന്നുന്നു അല്ലേ, സ്കൂട്ടറിനാണ് വന്നേക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് സ്കൂട്ടർ പിടിച്ച് ഇവിടെ വന്ന് പ്രാർത്ഥനയ്ക്ക് ഇരിക്കണമെങ്കിൽ അമ്മ എന്തോ കാര്യമില്ലേ. സ്തോത്ര ഞാൻ അഭിഷേകത്തോടെ പറയാം, അഭിഷേകമാ കാര്യം. ഇന്ന് രാത്രി ഞാൻ പറയാം, നിന്റെ മേലൊരു അഭിഷേകം വ്യാപരിക്കുക. ഇന്ന് രാത്രി നീ വില കൊടുത്തോ കുഞ്ഞ്, നീ ദൈവത്തിന് വേണ്ടി നിന്നോ. നീ മയങ്ങിക്കിടക്കുന്ന നിന്റെ വിഷയം, ഉറങ്ങിക്കിടക്കുന്ന വിഷയം, ലോകം മരിച്ചുപോയെന്ന് പറയുന്ന വിഷയത്തെ ദൈവാത്മാവ് ഇന്ന് രാത്രി തൊടുകയാ. ലോകം പറഞ്ഞ വിധികളെ തിരുത്തുന്നൊരു മഹത്ത് നിന്റെ വീടിൻ്റെ അകത്ത് ഇന്ന് പകൽക്കാലം ഇറങ്ങുകയാണല്ലോ. ആത്മാവ് ശക്തിയോടെ പറയുന്നു, പിടിച്ചു വച്ചിരിക്കുന്ന ചില നന്മകള്, പിടിച്ചു വച്ചിരിക്കുന്ന ചില അവകാശങ്ങള്, ചില വാഗ്ദത്തങ്ങള് ഇന്ന് രാത്രി ദൈവാത്മാവ് തുറക്കുക. നഷ്ടപ്പെട്ടതിനെ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോകുക, നഷ്ടപ്പെട്ടു പോയതിനെ ദൈവം മടക്കി തരാൻ പോകുക. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു, 3 ശുശ്രൂഷകളോട് ബന്ധപ്പെട്ട് 3 വഴികൾ ദൈവം തുറക്കാൻ പോകുക. എന്നെ ദൈവാത്മാവ് കാണിക്കുന്നു. നോർത്ത് ഇന്ത്യക്കകത്തൊരു വലിയ മഹത്വം നിങ്ങളിലൂടെ ദൈവാത്മാവ് വെളിപ്പെടുത്തും. 2 കേരളത്തിൻ്റെ അകത്ത് നിങ്ങളിലൂടെ ചെറിയ ട്രെയിനിങ്ങുകൾ ദൈവാത്മാവ് വെളിപ്പെടുത്തും. 3 ഓൺലൈൻ പോലത്തെ ചില ബൈബിൾ കോളേജുകൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യും. ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു, അതിന് വേണ്ട സാമ്പത്തിക വഴികളെ നന്മകളെ ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് രാത്രി നിങ്ങൾക്ക് വേണ്ടി തുറക്കുന്നു എന്ന് ആത്മാവ് ശക്തിയോടെ പ്രവചിക്കുന്നു. പണ്ടുള്ളവയെ ഓർക്കേണ്ട, മുമ്പുള്ളവയെ നിരൂപിക്കുകയും വേണ്ട, ഇതാ ഞാൻ പുതിയതെന്ന് ചെയ്യുന്നു. അത് സംഭവിക്കട്ടെ. എല്ലാവരും പ്രാർത്ഥിച്ച്, എല്ലാവരും പ്രാർത്ഥിച്ച്. ഇന്ന് രാത്രി വലിയ വിടുതലുകൾ നടക്കുകയാണല്ലോ. ഇന്ന് രാത്രി ചില അത്ഭുതങ്ങൾ നടക്കുകയാണല്ലോ. പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി ഇന്ന് രാത്രി വെളിപ്പെടും. സ്വത്രം പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്നു ഈ രാത്രിയിലെ പ്രത്യേകത എന്നാണെന്നറിയോ? സ്തോത്രം
അമ്മ ചലനമില്ലാതെ കിടക്കുന്ന വിഷയങ്ങൾ എഴുന്നേറ്റ് വരാൻ പോകുക. സ്തോത്രം പറഞ്ഞേ. ചലിക്കുന്നില്ലെന്നാണ് ലോകം പറഞ്ഞത്. സ്തോത്രം പറഞ്ഞേ. ചലിക്കുന്നില്ല. സ്തോത്രം. അത് ചലിക്കാൻ പോവാ. സ്തോത്രം പറഞ്ഞേ. നിങ്ങളുടെ വിഷയത്തിൻ്റെ അകത്തെ പേപ്പറുകൾ ഇന്ന് രാത്രി മറിയുക. സ്തോത്രം പറഞ്ഞു. പേപ്പറുകൾ മറിയുക. വിശ്വാസത്തോടെ ആത്മാവിൽ കണ്ടുകൊണ്ട് നിന്റെ വിഷയത്തിൻ്റെ പേപ്പറിനെ സ്വർഗമൊന്ന് മറിക്കുക. സ്വർഗമൊന്ന് മറിക്കുക. അടച്ചൊടുക്കി വച്ചിരിക്കുന്ന ചില ഫയലുകൾ ഇന്ന് രാത്രി മറിയുകയാണല്ലോ. ദൈവപ്രവൃത്തിക്ക് വേണ്ടി ദൈവാത്മാവ് ചിലത് വെളിപ്പെടുത്തുകയാ. സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഏലീശയും ഗേഹസിയെ കുറിച്ചായിരുന്നു. സ്തോത്രം പറഞ്ഞേ. ആ ദൂതിൻ്റെ അവിടെ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് യേശു അങ്ങ് കയറി വന്നത്. സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. അപ്പോൾ ഏലീശയും ഗേഹസിയും കൂടെ നിൽക്കുക. ഏലീശ ഗേഹസിക്ക് വേണ്ടി ഒറ്റ പ്രാർത്ഥന, ഇവൻ കാണത്തക്കവണ്ണം ഇവൻ്റെ കണ്ണൊന്ന് തുറക്കണം. സ്തോത്രം പറഞ്ഞേ. പ്രാർത്ഥിക്കുവാണെങ്കിൽ അങ്ങനെ പ്രാർത്ഥിക്കണം. സ്തോത്രം. ഇന്ന് പകൽക്കാലം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് പുതിയ വഴി തരാം എന്നല്ല ഞാൻ പറയുന്നത്, വഴി തുറന്നത് കാണാൻ നിങ്ങളുടെ കണ്ണിനൊരു ശക്തിയെ. ഇന്ന് രാത്രി ഞാൻ അഭിഷേകത്തോടെ പറയുമ്പോൾ നിങ്ങളുടെ ആത്മമനുഷ്യൻ്റെ കണ്ണ് തുറക്കുന്ന രാത്രിയാ. ഞാനിത് പറയുമ്പോൾ ചില കുടുംബങ്ങൾക്കകത്ത് സ്പിരിച്വൽ ഐസുകൾ ഓപ്പൺ ആകുകയാ. ശൗലിൻ്റെ കണ്ണിൽ തിമിരം വന്ന് കണ്ണടഞ്ഞു പോയെങ്കിലും അവൻ്റെ ആത്മകണ്ണ് തുറന്നെങ്കിൽ ഇന്ന് രാത്രി ഞാൻ അഭിഷേകത്തോട് പറയുന്നു, പുറമേയുള്ള കണ്ണിൻ്റെ കാഴ്ച മങ്ങിയെങ്കിലും നിന്റെ അകക്കണ്ണിൻ്റെ കാഴ്ച ഇന്ന് രാത്രി ദൈവാത്മാവ് തുറക്കാൻ പോകുക. ശക്തി വെളിപ്പെടുന്നു. രാമൻ പറഞ്ഞേ. ഒറ്റ പ്രാർത്ഥന കഴിയുമ്പോൾ ഗേഹസി കണ്ണ് തുറന്ന് നോക്കുക. സ്തോത്രം പറഞ്ഞേ. നമ്മുടെ അകത്തെ മനുഷ്യനുണ്ട്, പുറമേയുള്ള മനുഷ്യനുണ്ട്. സ്തോത്രം പറഞ്ഞേ. ഈ പുറമേയുള്ള മനുഷ്യൻ്റെ കണ്ണ് എപ്പോഴും ടി വിയിലും പത്രത്തിലും ന്യൂസുകളിലോട്ടും മറ്റവൻ്റെ പോക്കറ്റിലോട്ടും ഒക്കെ ആയിരിക്കും പോകുന്നത്. പക്ഷേ അകമേ ഉള്ളവൻ്റെ കണ്ണ് അങ്ങനെയല്ല, അത് ദൈവത്തിലേക്ക് മാത്രമേ പോകും. എത്രപേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഇന്ന് രാത്രി ചിലരുടെ കണ്ണ് തുറക്കുന്ന രാത്രിയാണ്. ഗേഹസി കണ്ണു തുറന്ന് നോക്കുമ്പോൾ താഴ്വരയ്ക്കകത്ത് ഭയങ്കര തേജസ് കൊണ്ട് നിറഞ്ഞിരിക്കുക. അഗ്നി അശ്വരഥം ഇവരുടെ ചുറ്റിനും പാളയമറങ്ങി നിൽക്കുന്നത് അവൻ കാണുകയാ. സ്വത്രം ഇതുവരെ കണ്ടില്ല, ഇതുവരെ കാണണമെന്ന് ആഗ്രഹമില്ല. പക്ഷെ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവൻ കണ്ടു തുടങ്ങി. ഞാൻ പറയും, ഈ ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോൾ ചിലത് കണ്ടു തുടങ്ങാൻ പോകുക. കഴിഞ്ഞ നാളുകൾ വരെ പിശാച് അവിടെ നിൽക്കുന്നു, പിശാച് ഇവിടെ നിൽക്കുന്നു, പിശാചിൻ്റെ അമ്മായിയമ്മ അവിടെ നിൽക്കുന്നു. ഇന്ന് രാത്രി ഞാൻ പറയാ, ദൈവത്തെയും ദൈവത്തിൻ്റെ ദൂതന്മാരെ നീ കണ്ടു തുടങ്ങാൻ പോകുക. സ്വർഗീയ വെളിപ്പാടുകൾ നീ കണ്ടു തുടങ്ങാൻ പോകുക. തകർച്ചയല്ല നീ കാണുന്നത്, ഉയർച്ചയാ നീ കാണുന്നത്. വാലല്ല നീ കാണുന്നത്, തലയാ കാണുന്നത്. കഷ്ടതയല്ല നീ കാണുന്നത്, അനുഗ്രഹമാ നീ കാണുന്നത്. നിന്നയല്ല നീ കാണുന്നത്, മഹത്വമാ നീ കാണുന്നത്. എത്ര പേർ വിശ്വസിച്ചു? ആമേൻ പറയുക. ഹല്ലേലൂയ. ഗേഹസി കാണുക, അഗ്നി അശ്വരഥം കൊണ്ട് താഴ്വര മുഴുവനും നിറയ്ക്കുക. സ്വത്രം നിറഞ്ഞു നിൽക്കുന്നത് കണ്ടപ്പോഴാണ് തനിക്കൊരു ആശ്വാസമായത്. സ്വത്രം പറഞ്ഞേ. ഹല്ലേലൂയ. ഈ ദൂത് കേട്ട് പോയിട്ടും ചിലവർക്ക് ആശ്വാസമില്ല, ചിലത് കണ്ടാലേ ഉള്ളൂ പറഞ്ഞതുള്ളൂ. സ്വത്രം പറഞ്ഞേ. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, നിങ്ങൾ വിശ്വസിച്ചോ, നിങ്ങൾ കാണും. സ്വത്രം പറഞ്ഞേ. ഇത് കാണും. സ്വത്രം പറഞ്ഞേ. ഹല്ലേലൂയ. ഞാൻ ഇന്ന് രാത്രി പറയാം, നാളെ ഈ നേരമാകുമ്പോൾ എന്ന് പറഞ്ഞാൽ നാളെ 9:30 സമയമാകുമ്പോൾ രാത്രി നിങ്ങൾക്ക് വീട്ടിലിരിക്കാൻ കഴിയത്തില്ല. കഴിയണം, മീറ്റിംഗ് തീർന്നു പോയല്ലോ. ഹല്ലേലൂയ. പക്ഷേ ഞാനൊരു സന്തോഷ വാർത്ത പറയാം, തിങ്കളാഴ്ച തൊട്ട് വീണ്ടും മീറ്റിംഗ് ആരംഭിക്കുക. സ്വത്രം പറഞ്ഞേ. ഇത് തീരുന്നൊന്നുമില്ല. സ്വത്രം പറഞ്ഞേ. ഇത് കർത്താവ് വരാതെ തീരത്തില്ല. സ്വത്രം പറഞ്ഞേ. ഒന്നെങ്കിൽ നമ്മൾ മരിക്കണം, അല്ലെങ്കിൽ കർത്താവ് വരണം. സ്വത്രം പറയും. ഹല്ലേലൂയ. ഞാൻ അഭിഷേകത്തോടെ പറയാം, നമ്മുടെ തൊണ്ടയുടെ വെള്ളം പറ്റുന്നവരെ പ്രസംഗിച്ചോണം.
ഹല്ലേലൂയ. നിങ്ങൾ മടുക്കുന്നവരെ പ്രവചിച്ചോളൂ. നിങ്ങൾ ആത്മാവിൽ തീ പിടിക്കുന്നത് വരെ പ്രാർത്ഥിച്ചോളൂ. നിങ്ങൾ ഒരു നിരാശയോടെ ഇരിക്കരുത്. ഇന്ന് രാത്രി സാഹചര്യങ്ങൾ എത്ര മോശമാണേലും ആത്മാവിൽ ഒന്ന് പ്രാർത്ഥിച്ച് ചില അത്ഭുതങ്ങൾ കണ്ടു തുടങ്ങും. ഹല്ലേലൂയ. കണ്ടു തുടങ്ങും. സ്തോത്രം പറഞ്ഞേ. രണ്ടുപേരോട് പറഞ്ഞേ ചില അത്ഭുതങ്ങൾ കണ്ടു തുടങ്ങും എന്ന് പറഞ്ഞേ. രണ്ടുപേർക്ക് കൈ കൊടുത്ത് പറ, ചില അത്ഭുതങ്ങൾ കണ്ടു തുടങ്ങും. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ആ മക്കളോടാണേലും പറഞ്ഞാൽ മതി, വീട്ടിലൊരു അനുഗ്രഹം വരുന്നതിന് എൻ്റെ മക്കൾ തടസ്സമാണോ? ഹല്ലേലൂയ. സ്തോത്രം. മക്കൾ പ്രാർത്ഥിക്കാൻ സമ്മതിക്കത്തില്ലെന്ന്. സ്തോത്രം. ഹല്ലേലൂയ. ചുമ്മാതെ അമ്മാമ, ഇതൊക്കെ ചുമ്മാ, അച്ഛൻ സമ്മതിക്കത്തില്ല. സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. അമ്മ, ഞാൻ അഭിഷേകത്തോടെ നിങ്ങൾ പ്രാർത്ഥിച്ച ഈ പ്രാർത്ഥിക്കാനുള്ള മടി കൊണ്ടാണ് പറയുന്നത്, അച്ഛൻ സമ്മതിക്കത്തില്ലെന്ന്. സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാൻ അവസരം ഉണ്ടെങ്കിൽ തെങ്ങുംചോട്ടിലാണേലും പോയിരുന്ന് പ്രാർത്ഥിക്കും. സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. അപ്പോൾ സാഹചര്യങ്ങൾ ഒരു വിഷയമല്ല. പത്മോസിൽ ഈ കിടക്കുന്ന യോഹന്നാൻ ആത്മവീക്ഷതയായിരുന്നു. സ്തോത്രം പറഞ്ഞേ. സാഹചര്യം നോക്കിക്കഴിഞ്ഞാൽ പുള്ളി ആത്മവീക്ഷതയാകുമോ? സ്തോത്രം. ഹല്ലേലൂയ. ഒരു ആത്മവിശുദ്ധയാകാനുള്ള സാഹചര്യങ്ങളില്ല. പക്ഷെ ഞാൻ ഒറ്റ കാര്യം പറയട്ടെ, സാഹചര്യങ്ങളല്ല നമ്മുടെ പ്രാർത്ഥനകളെ പിടിക്കുന്നത്. ഓ സ്തോത്രം. രാത്രി അസാധാരണമായ പ്രാർത്ഥന മനുഷ്യന്മാർ ഇതിൻ്റെ അകത്ത് എഴുന്നേക്കട്ടെ. ഹല്ലേലൂയ. ഞാൻ സഹോദരിമാരോട് പറയാം, നിങ്ങൾക്കും ശക്തമേറിയ ശുശ്രൂഷകളുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ കണ്ടിട്ടില്ല. ഹല്ലേലൂയ. നിങ്ങൾ ഈ വീട് വഴി കയറി ഇറങ്ങുന്ന ചില അമ്മാമ്മമാരെ കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ ഇന്റർനാഷണൽ മിനിസ്ട്രി ചെയ്യുന്ന അഭിഷിക്തമാരെ നിങ്ങളൊന്ന് കാണണം. സ്തോത്രം. ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് ആത്മാവിൽ സഞ്ചരിക്കുന്ന ഒരു തലമുണ്ട്. സ്തോത്രം. അങ്ങനെയുള്ള ചിലരെ ദൈവാത്മാവ് ഇതിൻ്റെ അകത്തുനിന്ന് എഴുന്നേൽപ്പിക്കാൻ പോകുക. ആമേ. കഴിവ് കാണത്തില്ല, പ്രാപ്തി കാണത്തില്ല, പണം കാണത്തില്ല, കുടുംബ പാരമ്പര്യം കാണത്തില്ല, വിദ്യാഭ്യാസം കാണത്തില്ല. പക്ഷേ എല്ലാത്തിനും ഉപരിയായി ഒരഭിഷേകം നിന്റെ മേലുണ്ട്. ഇന്ന് രാത്രി അഭിഷേകമുള്ള ചില സഹോദരിമാര് ഇന്ന് രാത്രി ആത്മാവിന്റെ തീ തൊടുന്നു. ആ തീ തൊടുകയാ. നിന്റെ മേലൊരു തീ വീഴുകയാ. അത്ര പറഞ്ഞേ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഭയങ്കര അത്ഭുതങ്ങൾ നടക്കും. സ്തോത്രം. തീ വീണ് കഴിഞ്ഞാൽ നിങ്ങളുടെ അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാകും. സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്നു തീ വീഴാൻ പോവുക. സ്തോത്രം. രണ്ട് കാര്യം പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിക്കും. സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. 9:30 ഉള്ളി നമ്മൾ നിർത്തും. സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. നാളെ വൈകുന്നേരം. ഹല്ലേലൂയ. സ്തോത്രം. വീട്ടിൽ പോയിട്ട് കിടന്നുറങ്ങാനല്ലേ? സ്തോത്രം. വേറെ എവിടെ പോകാനാ? സ്തോത്രം. ഹല്ലേലൂയ. എല്ലാവർക്കും ഫുഡ് ഞാൻ മേടിച്ചു തരാം. സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. എന്നാലും ഇരിക്കുമല്ലോ. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ അഭിഷേകത്തോട് പറയാം, നിങ്ങൾ പ്രാർത്ഥിച്ചോ, ഭയങ്കര ദൈവപ്രവൃത്തി നടക്കും. അപ്പോൾ ഗേഹസി കണ്ട കാഴ്ച തന്നെ തൃപ്തിപ്പെടുത്തി. സ്തോത്രം പറഞ്ഞേ. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ കണ്ടൊരു കാഴ്ച പോരെന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട് പഴയ നിയമം പഠിക്കുമ്പോൾ. സ്തോത്രം. ഇപ്പം കണ്ടതൊന്നും പോരാ, എനിക്ക് ആ മുഖം ഒന്ന് കാണണം. സ്തോത്രം പറഞ്ഞേ. ഇപ്പം ഇറങ്ങിയത് ഈ കാര്യമൊന്നും കണ്ടാൽ പോരാ. സ്തോത്രം പറഞ്ഞേ. ഞാൻ പറയട്ടെ, നിങ്ങൾ തൃപ്തിപ്പെടരുത്. സ്തോത്രം പറഞ്ഞേ. 2 കൃപാവരം കൊണ്ടും 2 അന്യഭാഷം കൊണ്ടും ഇമ്പോഴും പിടിച്ചു നിൽക്കുന്ന പല അച്ചായന്മാരുണ്ട്. സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. എനിക്കറിയാവുന്ന ഒരു സഭയുടെ സെൻട്രൽ പാസ്റ്റർ ഉണ്ട്, ഇപ്പോഴും അന്യഭാഷ പ്രാപിച്ചിട്ടില്ല. സ്തോത്രം. സെൻട്രൽ പാസ്റ്റർ പാട്ടി. സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ അഭിഷേകത്തോടെ പറയട്ടെ, നിന്റെ ശുശ്രൂഷയുടെ ലെവലുകളെ അപ്ഡേറ്റ് ചെയ്യും. സ്തോത്രം. നിങ്ങൾക്ക് മൊബൈലുണ്ടല്ലോ അല്ലേ? പണ്ട് പട്ടി എറിയാൻ കൊള്ളാവുന്ന ആർക്കാട്ടെല്ലിൻ്റെയും സിമൻസിൻ്റെയും ഒക്കെ മൊബൈലുകൾ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. എൻ്റെ പപ്പ ആദ്യ സമയത്ത് ഗൾഫിലൊക്കെ പോയ സമയത്ത് കൊണ്ട് വലിയ മൊബൈലാണ്. ഞാനൊരു ദിവസം സ്കൂളിൽ കൊണ്ടുപോയി, 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് പോക്കറ്റ് ഇങ്ങനെ മുഴച്ചിരിക്കും. സ്വത്രം. ഈ മൊബൈൽ പോക്കറ്റിട്ട് അന്ന് ഇങ്ങോട്ട് വിളിച്ചാലും അങ്ങോട്ട് വിളിച്ചാലും പൈസയാണ്. സ്വത്രം. ഒരു BPLൻ്റെ കണക്ഷനൊക്കെ ഇട്ട് എന്നാ 2.25 രൂപയൊക്കെ ഒരു കോൾ വിളിച്ച് കഴിഞ്ഞാൽ അതും പോക്കറ്റ് ഇട്ടുകൊണ്ട് ഒരു ദിവസം സ്കൂളിൽ കൊണ്ടുപോയി. രാവിലത്തെ പിരീഡ് കഴിഞ്ഞ് ടീച്ചർ പിടിച്ചോണ്ട് പോയി. സ്വത്രം. ഹല്ലേലൂയ. കാര്യം എന്നെ ഒളിപ്പിക്കാൻ പറ്റത്തില്ല, അതുപോലത്തെ ഫോണാണ്. സ്വത്രം. ഇന്ന് നമ്മളുടെ ഫോണൊക്കെ കണ്ടു കഴിഞ്ഞാൽ എവിടെ വേണമെങ്കിലും ഒളിപ്പിക്കാം. സ്വത്രം പറഞ്ഞ്. ഹല്ലേലൂയ. സ്വത്രം. ഞാൻ അഭിഷേകത്തോടെ പറയും, കാലം മാറിയതിനനുസരിച്ച് മൊബൈലുകാർ അപ്ഡേറ്റ് നടത്തി. സ്വത്രം പറഞ്ഞ്. ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഒരു അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി മെസ്സേജ് വന്നുകൊണ്ടിരിക്കുക. സ്വത്രം പറഞ്ഞ്. അത് ഞെക്കിക്കഴിഞ്ഞാൽ സിസ്റ്റം ഹാങ് ആകത്തില്ല, സ്പീഡാകും. സ്വത്രം പറഞ്ഞ്.
ഇന്ന് രാത്രി ഈ ഉപവാസ പ്രാർത്ഥന എന്തിനാണോ? ഹാങ് ആകാതിരിക്കാനാണ്. എവിടെയൊക്കെയോ കിടന്ന് മടുത്ത് കിടന്നുറങ്ങാനല്ല, എവിടെയൊക്കെ നിരാശയോടെ ഉറങ്ങിപ്പോകാനല്ല. നിനക്ക് ഓടാനുണ്ട് ദൂരങ്ങൾ, നിനക്ക് ചെന്നെത്താനുണ്ട് ചില തലങ്ങൾ, ചിലത് പ്രാപിക്കാനുണ്ട്. ഇന്ന് രാത്രി അഭിഷേകത്തോടെ ഞാൻ പ്രവചിക്കാൻ തയ്യാറാകുന്നു. ഓടാനുണ്ട് ഹോരേബിന്റെ താഴ്വാരത്തോട്. അതിനുവേണ്ടി ദൈവാത്മാവ് ചിലരെ ഇന്ന് രാത്രി എഴുന്നേൽപ്പിക്കും. സ്വത്ത് അടുത്തൊരു വെളിപ്പാട് കൂടെ ഞാൻ പറയാം. അടുത്തൊരു വെളിപ്പാട് യേശുവും യോഹന്നാനും യാക്കോബും പത്രോസും മറുരൂപമലയിലേക്ക് പ്രാർത്ഥിക്കാൻ കയറി ചെല്ലുകയാണ്. യേശു അർദ്ധരാത്രി പ്രാർത്ഥിക്കുന്നു. സ്വത്ര നിങ്ങളുടെ അർദ്ധരാത്രിയിലുള്ള പ്രാർത്ഥനകൾ നിങ്ങൾ ഉയരട്ടെ. സ്വത്ര ഞാൻ കഴിഞ്ഞ ഒരു 2-3 ദിവസമായിട്ട് രാത്രി ഉറങ്ങിയിട്ടില്ല. സ്വത്ര ഞാൻ ഏകദേശം 7 മണിയൊക്കെ ആകുമ്പോഴാണ് കിടക്കുന്നത്. സ്വത്ര എന്നിട്ട് 11 മണി 10-11 മണിയാകുമ്പോൾ എഴുന്നേക്കും. നിങ്ങൾ ഓർക്കും വൈകുന്നേരം 7:30 വൈകുന്നേരമല്ല, രാവിലത്തെ കാര്യമാണ് പറഞ്ഞത്. ഹല്ലേലൂയ. രാത്രി ഉറങ്ങാറില്ല. സ്വത്രം. ഹല്ലേലൂയ. എനിക്ക് ഉറക്കം വരാറില്ല. സ്വത്രം. എന്തോ എനിക്ക് ഭയങ്കര ഒരു ആത്മമാരം എൻ്റെ അകത്ത് കിടന്ന് കത്തുക. സ്വത്രം. ഹല്ലേലൂയ. ഞാൻ അന്യഭാഷയൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് രാവിലത്തെ 6 മണിയിലെ മീറ്റിങ്ങും ഒക്കെ അറ്റൻഡ് ചെയ്തു. സ്വത്രം. ഒരു 7:30 ആകുമ്പോൾ പിന്നെ ഉറങ്ങിപ്പോവുകയാണ്. സ്വത്രം. ഹല്ലേലൂയ. ഇന്നലെയും കണ്ട് ഞാൻ ഈ എന്തോ ചെയ്തുകൊണ്ടിരുന്ന അങ്ങ് ഉറങ്ങിപ്പോവുകയായിരുന്നു. സ്വത്രം. പക്ഷേ 3 മണിയോ 5:30 ആയപ്പോൾ മമ്മി വിളിച്ചാണ് എന്നെ എഴുന്നേൽപ്പിച്ചത്. സ്വത്രം. ഹല്ലേലൂയ. ഞാൻ അഭിഷേകത്തോടെ പറയാം, നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് ഉറങ്ങി നിങ്ങൾ ഒത്തിരി സമയം കളഞ്ഞു. സ്വത്രം പറഞ്ഞേ അല്ലേ? എന്തുമാത്രം ഉറങ്ങി. സ്വത്രം. എവിടെയൊക്കെ എത്രയൊക്കെ പകൽ കിടന്നുറങ്ങി. സ്വത്രം. ഇനി ഉറങ്ങാനുള്ള സമയമല്ല, ജ്വലിക്കാനുള്ള സമയമാണ്. സൂര്യൻ അസ്തമിക്കുന്നത് ഉറങ്ങുകയാണെന്ന് ആരും വിചാരിക്കരുത്. അത് അടുത്ത പട്ടണത്തിൽ, അടുത്ത രാജ്യത്ത്, അടുത്ത ഭൂഖണ്ഡത്തിൽ അത് ശക്തിയോടെ ഉയർന്നു നിൽക്കുക. നീ കാണുന്നില്ലെന്ന് പറഞ്ഞ് അത് തളർന്നു പോയതല്ല, താണുപോയതല്ല, സമുദ്രത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഒളിച്ചു പോയതല്ല. അവൻ മറ്റൊരു രാജ്യത്തിൽ അവൻ ശക്തിയോടെ ഉയർന്നതാ. ഓ റബാഷിയാന്തന റകേഷിയാന്തന. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ ഫ്ലൈറ്റ് യാത്ര ചെയ്യുന്നവർക്ക് കാണാം. സ്വത്രം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ UAE നിന്ന് നാട്ടിലേക്ക് വന്നത് പകലാണ് വന്നത്. പകൽ ഞാൻ ഏകദേശം ഉച്ചയ്ക്ക് 2 മണിക്കാണ് അവിടെ നിന്ന് പോരുന്നത്. സ്വത്രം. അവിടെ നിന്ന് പോന്നു. ഫ്ലൈറ്റ് കയറി പോരുമ്പോൾ നല്ല സൂര്യപ്രകാശമുണ്ട്. ഹല്ലേലൂയ. കുറേ കഴിഞ്ഞപ്പോൾ സൂര്യപ്രകാശം ചെരിഞ്ഞിങ്ങനെ അടിച്ചടിച്ച് വരുന്നത് കാണാം. സ്വത്രം. കണ്ട് വന്ന് കുറച്ച് കഴിഞ്ഞപ്പം കേരളത്തിലോട്ടൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ 6 മണി 7 മണിയൊക്കെ ആയ സമയത്ത് നമുക്ക് കാണാം അങ്ങ് അകലെ സൂര്യൻ നിൽക്കുന്നതും ഇപ്പുറത്ത് മൊത്തം ഇരുട്ടും. സ്വത്രം. എന്ന് പറഞ്ഞാൽ 2 ഭാഗങ്ങൾ നമുക്ക് കാണാം. സ്വത്രം. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് നമ്മൾ ഉറങ്ങുകയല്ല. ഏതൊക്കെയോ നമ്മുടെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ബലപ്പെട്ടുകൊണ്ടിരിക്കുക. ഇന്ന് രാത്രി ഞാൻ അഭിഷേകത്തോടെ പറയാം, അതിനെ ഒന്ന് കത്തിക്കാൻ നിങ്ങളൊന്ന് അനുവദിക്കണം. അതിനെ ഒന്ന് ആത്മാവിൽ എഴുന്നേൽപ്പിക്കാൻ അനുവദിക്കണം. അതിനെ ഒന്ന് മടുത്തു പോകാതെ അടുത്തൊരു തലത്തിലേക്ക് കയറാൻ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കണം. അപ്പോൾ യേശു ശിഷ്യന്മാരെ വിളിച്ചുകൊണ്ട് പോകുകയാണ്. മറുരൂപമലയിൽ പ്രാർത്ഥിക്കുവാൻ വേണ്ടിയാണ് ചെല്ലുന്നത്. യേശു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ യേശുവിൻ്റെ മുഖഭാവം മാറി. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നമ്മുടെ മുഖഭാവം കാണുമ്പോഴറിയാം പ്രാർത്ഥിക്കുന്നവരാണോ എന്ന്. സ്വത്രം. പ്രാർത്ഥിക്കുന്നവൻ്റെ മുഖഭാവം മാറും. സ്വത്രം. ഇപ്പോഴും അയ്യോ അമ്മാമേ എൻ്റെ അമ്മാമേ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയല്ല. പ്രാർത്ഥിക്കുന്നവൻ സാരമില്ല ചാ, സാരമില്ല കുഞ്ചാ. നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് അത്ഭുതം നടക്കും. സ്വത്ത്. പ്രാർത്ഥിച്ചാൽ മതിയെന്നേ, ഒരു വിടുതൽ നടക്കുന്നേ. നീ വിശ്വസിച്ചാൽ മതിയെന്നേ, ഒരു അത്ഭുതം നടക്കുക. ഇന്ന് രാത്രി ഞാൻ അഭിഷേകത്തോടെ പറയാം, പ്രാർത്ഥിക്കുന്നവൻ നെഗറ്റീവ് പറയത്തില്ല, പ്രാർത്ഥിക്കുന്നവൻ പിന്മാറിപ്പോകത്തില്ല, പ്രാർത്ഥിക്കുന്നവൻ ദൈവത്തിൻ്റെ വൻ കാര്യങ്ങളെ പ്രസ്താവിക്കുക. ഇന്ന് രാത്രി ഞാൻ അഭിഷേകത്തോടെ പറയാം, ഇന്ന് രാത്രി ദൈവം ചിലരെ അപ്ഡേറ്റ് ചെയ്യുക. ഒരു പ്രാർത്ഥനയുടെ ആത്മാവിനെ കൊണ്ട് ഇന്ന് രാത്രി ദൈവം നിറയ്ക്കുക. പറഞ്ഞേ ജയകരമായ ജീവിതത്തിന് 3 സീക്രട്ട് കീകളുണ്ട്. സ്തോത്രം. ജയകരമായ ജീവിതത്തിന് 3 സീക്രട്ട് കീ ഉണ്ട്. എത്ര പേർക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ട്? സ്തോത്രം. ഹല്ലേലൂയ. ഒന്നാമത്തെ കാര്യം പ്രാർത്ഥിക്കുക. സ്തോത്രം പറഞ്ഞേ. ഫസ്റ്റ് കാര്യം പ്രാർത്ഥിക്കുക. ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയോ? ആത്മാവിൽ പ്രാർത്ഥിക്കുക. ഓ സ്വത്രം 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 സ്വത്രം. പ്രാർത്ഥിക്കുക, ആത്മാവിൽ പ്രാർത്ഥിക്കുക. സ്വത്രം പറഞ്ഞേ. ഹല്ലേലൂയ. ലീബ ഷിയാന്തന. മൂന്നാമത്തെ കാര്യം എന്താണെന്നറിയോ? പ്രാർത്ഥിക്കുക.
ഇതവർക്ക് മനസ്സിലായി? പ്രാർത്ഥിച്ച വിടുതലുകൾ നടക്കും. സ്തോത്രം പറഞ്ഞേ. ഇന്ന് രാത്രി ഞാൻ അഭിഷേകത്തോടെ പറയാം, ഈ ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോൾ ചിലരെ ഇരുത്തി പ്രാർത്ഥിപ്പിക്കാൻ ദൈവം പഠിപ്പിക്കും. സ്തോത്രം. ഈ മാറ്റി വച്ചിരിക്കുന്ന വിഷയങ്ങളെ നിങ്ങൾ നോക്കണ്ട, അതവിടെ കിടക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്ക്, മാറ്റിയ വിഷയം ഇറങ്ങി വരും. അപ്പം പത്രോസ്, യാക്കോബ്, യോഹന്നാൻ ഇവർ പ്രാർത്ഥിക്കാൻ വേണ്ടി യേശുവിൻ്റെ കൂടെ ചെല്ലുകയാണ്. യേശു ഒരു കല്ലിൽ അമ്പേറ് ദൂരത്ത് കടന്നു ചെന്നു. യേശു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. യേശുവിൻ്റെ മുഖഭാവം മാറുന്നു. ആമേ. പത്രോസ്, യാക്കോബ്, യോഹന്നാൻ ഇവർ 3 പേരും കൂടിയിരുന്നതാ. പക്ഷെ 3 പേരും ഉറങ്ങിപ്പോയി. സ്തോത്രം. കാര്യം കൂടെ നിൽക്കുന്നവർക്ക് ഒരേ ലെവലായിരുന്നു. അതുകൊണ്ട് 3 പേരും കിടന്നുറങ്ങി. സ്തോത്രം പറഞ്ഞേ. ശാരീരികമായിട്ടുള്ള മാനസികമായിട്ടുള്ള ഭാരങ്ങൾ നിമിത്തം അവർ ഉറങ്ങിപ്പോയി. സ്വത്ത് ഇന്ന് രാത്രി ഞാൻ അഭിഷേകത്തോടെ പറയാം, സാഹചര്യങ്ങൾ നിങ്ങളെ ഉറക്കിക്കളയരുത്. സ്വത്രം പറഞ്ഞേ. ഇരുട്ടുണ്ട്, ആമേ, ആരുമില്ല, ആരും കാണത്തില്ല, പക്ഷെ പ്രാർത്ഥിച്ചേ പറ്റൂ. സ്വത്രം പറഞ്ഞേ. ഇന്ന് രാത്രിയുടെ യാമങ്ങൾക്കകത്ത് എഴുന്നേറ്റിരുന്നൊരു പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന പോരാളികൾ ഈ ആലയത്തിൻ്റെ അകത്ത് എഴുന്നേക്കട്ടെ. ഞാൻ ഇന്ന് രാത്രി നിങ്ങളെ ബ്ലസ് ചെയ്യുക. നിങ്ങൾ രാത്രികളിൽ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്ക്. 1, 2, 3, 4 യാമങ്ങളിൽ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്ക്. ശക്തമേറിയ പ്രാർത്ഥനകൾക്കകത്തേക്ക് നിങ്ങൾ കയറി വരട്ടെ. പരിശുദ്ധാത്മാവ് വൻ കാര്യങ്ങളെ നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ വെളിപ്പെടുത്താൻ പോകുക. സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആമേ ഏലിയാവിനെ മോശയും ആമേ കണ്ടു. സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. ആമേ പത്രോസ്, യാക്കോബ് ഇവർ അകലെ നിന്ന് നോക്കി കണ്ടു. പക്ഷേ യേശു പ്രാർത്ഥിച്ചവനായതുകൊണ്ട് സംസാരിച്ചു. സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. അപ്പോൾ പ്രാർത്ഥിക്കുന്നവനാണെങ്കിൽ ഇമാതിരി കാഴ്ചകൾ കാണുകയില്ല, അതിൻ്റെ അകത്തോട്ട് ഇടപെടാൻ തയ്യാറാകും. സ്തോത്രം എന്ന് പറഞ്ഞാൽ നീയും സ്വർഗവും തമ്മിൽ ഇടപാടുകളെ കൈമാറ്, ചില ദൗത്യങ്ങളെ കൈമാറ്, ചില പദ്ധതികളെ, ചില അസൈൻമെൻറ്റുകളെ കൈമാറ്. ഇന്ന് രാത്രി ഞാൻ അഭിഷേകത്തോടെ പറയാം, പാമ്പാടി സ്വർഗം വെച്ചിരിക്കുന്ന അസൈൻമെന്റിനെ തൊടുന്ന രാത്രിയാ. ഇന്ന് രാത്രി ദൈവം ഈ പട്ടണത്തിൻ്റെ അകത്ത് വെളിപ്പെടുത്തിയിരിക്കുന്ന അസൈൻമെന്റുകളെ ഞങ്ങൾ ദൈവസഭ ഇന്ന് രാത്രി വിശ്വാസത്തോടെ തൊടുകയാണ്. ഹല്ലേലൂയ. ഈ സ്വർഗീയ അസൈൻമെന്റുകളെ തൊട്ടാൽ മാത്രമേ ഉള്ളൂ നിങ്ങളുടെ ശുശ്രൂഷയ്ക്കകത്ത് അത്ഭുതങ്ങൾ നടക്കത്തുള്ളൂ. സ്വത്രം പറഞ്ഞേ. ഹല്ലേലൂയ. ആമേ. ഞാൻ പാലക്കാട് ചർച്ചിൻ്റെ ചാർജായിരുന്നപ്പം അന്നും എനിക്ക് പ്രവചനമുണ്ട്. സ്വത്രം പറഞ്ഞേ. പ്രവചനം കൊണ്ടൊന്നും ആരും നിൽക്കത്തില്ല. സ്വത്രം പറഞ്ഞേ. ഹല്ലേലൂയ. അതിന് പ്രാർത്ഥന മാത്രമേ ഉള്ളൂ പറ്റത്തുള്ളൂ. സ്വത്രം പറഞ്ഞേ. എല്ലാ ആഴ്ചയിലും എങ്ങനെ പ്രവചിക്കാൻ പറ്റും? സ്വത്രം. ഹല്ലേലൂയ. 1, 2, 3 പ്രാവശ്യമൊക്കെ അവരോട് ഒരാളോട് ദൂത് പറയാൻ പറ്റും. സ്വത്രം പറഞ്ഞേ. അതിനപ്പുറത്തൊന്നും ദൂത് പറയാൻ പറ്റത്തില്ല. സ്വത്രം. പക്ഷേ ഞാൻ ഒറ്റ കാര്യം പറയാം, അവരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച് അവരെങ്ങും പോകത്തില്ല. സ്വത്രം പറഞ്ഞേ. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, പ്രാർത്ഥിക്കാനൊന്നും അറിയാത്ത ആരും ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നേക്കണ്ട. സ്വത്രം പറഞ്ഞേ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ സൈലൻ്റാ. സ്വത്രം പറഞ്ഞേ. ഹല്ലേലൂയ. അങ്ങനത്തെ ആരും ഉണ്ടാവില്ല. നിങ്ങൾ പ്രാർത്ഥിച്ചോണം, തൻ്റെ ഇടത്തോടെ പ്രാർത്ഥിച്ചോണം. ഈ കുഞ്ഞുങ്ങളെയൊക്കെ പിടിച്ച് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചേക്കണം കേട്ടോ മാമേ. ഹല്ലേലൂയ. പിള്ളേരൊക്കെ പ്രാർത്ഥിക്കണം. സ്വത്രം. മക്കളെ, നിങ്ങൾ 2 പേരും പ്രാർത്ഥിച്ചോ.